കോഴിക്കോട് ഞെളിയൻപറമ്പിലെ മാലിന്യങ്ങൾ അടുത്ത വർഷം ജൂലൈയോടെ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന് മേയർ ഒ സദാശിവൻ. പതിറ്റാണ്ടുകളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ വേർതിരിച്ചു നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇവിടെ ആരംഭിക്കുന്ന BPCLന്റെ ബയോഗ്യാസ് പ്ലാന്റിന് ആദ്യഘട്ടമായി 2.5 ഏക്കർ ഭൂമി കൈമാറുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മേയർ അറിയിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് എന്നിവരുമായി സിഗ്മ ഗ്ലോബൽ എൻവയൺ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടാക്കിയ ബയോമൈനിങ് കരാർ പ്രകാരമാണ് മാലിന്യം നീക്കം ചെയ്യുന്നത്. 31 കോടി ചെലവിലുള്ള പദ്ധതിക്ക് ഫെബ്രുവരിയിലാണ് കരാർ ഒപ്പിട്ടത്. മാലിന്യം ശാസ്ത്രീയമായി വേർതിരിച്ച് പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ മാറ്റിയെടുക്കുകയും ശേഷിക്കുന്നവ ശാസ്ത്രീയമായി സംസ്കരിക്കുകയുമാണ് ചെയ്യുന്നത്. 17.5 ഏക്കർ സ്ഥലത്ത് നിന്ന് 2.33 ഏക്കർ ഭൂമി വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞെളിയൻപറമ്പിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഭാരത് പെട്രോളിയവും കോഴിക്കോട് കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും കരാറിൽ ഒപ്പുവച്ചിരുന്നു. പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി 7 ഏക്കർ ഭൂമിയാണ് കൈമാറേണ്ടത്. ആദ്യഘട്ടത്തിൽ 2.5 ഏക്കർ ഭൂമി ആവശ്യപ്പെട്ടതിൽ കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മേയർ ഒ സദാശിവൻ അറിയിച്ചു. ഞെളിയൻപറമ്പിന്റെ മാലിന്യ കൂമ്പാരം ഒരു മല പോലെ രൂപപ്പെട്ടിട്ടുള്ളതാണ്. അത് പൂർണ്ണമായി അവിടെ നിന്ന് നീക്കം ചെയ്ത് ആ ഭൂമി വീണ്ടെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. 3 ഏക്കർ അവർക്ക് കൈമാറാൻ കഴിയുന്ന വിധത്തിൽ വേസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്ത് ആ സ്ഥലം BPCLന് കൈമാറാൻ കഴിയുന്ന വിധത്തിൽ മാറ്റിയിട്ടുണ്ട്. BPCLന്റെ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടെ കോഴിക്കോട് നഗരത്തിലെ ജൈവ മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിച്ച് ഗ്യാസ് ആക്കി മാറ്റുന്നതിനുള്ള വലിയ ബൃഹത്തായ പദ്ധതികളാണ് കോഴിക്കോട് നടപ്പിലാക്കാൻ പോകുന്നത്. BPCL നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ പ്രതിദിനം 150 ടൺ ജൈവമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും അതുവഴി ഇന്ധനം ഉത്പാദിപ്പിക്കുന്നതിനും കഴിയും. കൈരളി ന്യൂസ്, കോഴിക്കോട്.